അല്ലു അർജുന്റെ അമ്മൂമ്മയുടെ ഞാൻ പറയണില്ല ഞാൻ ഒരു കാട്ടപരാധം തന്നെയാണ് കേട്ടോ. എന്തോരോ ചെയ്തു വെച്ചേക്കാണ്. ഇങ്ങനെ പൊങ്ങി നിന്ന് സെക്കൻഡ് ഹാഫ് ഇപ്പൊ ഇങ്ങനെ താന്നു പോയി. ഒരു വായിക്കൊള്ളൂല. ചന്ദന മഴ പൈസ എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ എല്ലാരും പോയി കാണണം. അല്ലു അർജുന്റെ അമ്മൂമ്മയുടെ ഞാൻ പറയണില്ല ഞാൻ പറഞ്ഞ പള്ളായിപ്പോ കൊള്ളൂല. ഒരു വായിക്കൊള്ളൂല. ഒരു വായിക്കൊള്ളൂല. അത്രേ ഉള്ളു. എടുക്കൽ ടിക്കറ്റ് എടുക്കൽ. ഇങ്ങനെ പൊങ്ങി നിന്ന് സെക്കൻഡ് ഹാഫ് ഇപ്പൊ ഇങ്ങനെ താന്നു പോയി. അങ്ങനത്തെ ഒരു അവസ്ഥ. കാട്ടപരാധം ഒന്നും പറയാൻ പറ്റില്ല. ഫൈറ്റ് ഒക്കെ കൊള്ളായിരുന്നു. അല്ലു അർജുന്റെ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒക്കെ അങ്ങനെ താന്നു പോയി മൊത്തം. ഫസ്റ്റ് ഹാഫ് ചന്ദന മഴ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്തോരോ ചെയ്തു വെച്ചേക്കാണ്. അമ്മാതിരിയാണ് എടുത്തു വെച്ചേണ്. സെക്കൻഡ് ഹാഫ് ഒരു ഇതില്ല, ഒന്നും മനസ്സിലാവണില്ല. ലാഗ് പിന്നെ ലാസ്റ്റ് കുറെ ക്രിഞ്ച് സീൻസ് അങ്ങനെയൊക്കെ വന്ന് ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുക. പിന്നെ ഫസ്റ്റ് ഹാഫിന്റെ അത്ര എണ്ണം ചോദിച്ചാൽ അതിന്റെ 7 അയലത്ത് വരില്ല. അമ്മാതിരി ഇതായിരുന്നു എടുത്തു വെച്ചാൽ. അതിനപ്പുറം വേണം പറയേ. എന്തൊക്കെ ചെയ്തു വെച്ചാണ് മനസ്സിലാവണമില്ല പടം. ചീത്തളിയ അത്രയും വേണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫാണ് കുറച്ചും കൂടെ ഭേദം കണ്ടിരിക്കുക. പിന്നെ ഈ 3 മണിക്കൂറൊക്കെ എങ്ങനെ കണ്ടിരുന്നതെന്നൊക്കെയാണ് ആലോചിച്ചത്. ഇതിന്നും ഭേദം കങ്കുവായിരുന്നു. അല്ലെങ്കിൽ 2.5 മണിക്കൂറെങ്കിലും പോയി. ഇതാണെങ്കിൽ ഓരോ സീൻ എത്തുമ്പോഴേ ലാഗായിട്ട് പോവുകയാണ്. അമ്മാതിരി സീൻസ് ഒക്കെയാണ് എടുത്ത് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് പാതി കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ചന്ദനമഴ തന്നെയാണ്. തീരെ സഹിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു കാട്ടപരാധം തന്നെയാണ് കേട്ടോ. ഫഹദ് ഫാസിൽ മാത്രമാണ് ഇതുപോലെങ്കിലും കൊള്ളാന്നുള്ള പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൈരളി TV തന്നെ മാറിപ്പോകും. അത്രയ്ക്കുള്ള ഒരു പാട്ടൊക്കെയാണ്. ഒന്നും പറയല്ല ബ്രോ. ഹൈപ്പല്ല. നമുക്കറിയാലോ, ഫസ്റ്റ് കണ്ടപ്പോൾ അറിയാല്ല ഇങ്ങനത്തെ പടമായിരിക്കുമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ അതിനെ വരെ തകിടം മറിച്ച് ഒന്നും പറയില്ല. എന്റെ അമ്മോ സഹിക്കാൻ പറ്റിയില്ല. രാവിലെ 4 മണിക്ക് വന്നത് എല്ലാം വേസ്റ്റ്. എന്തോ പോലെ സെന്റിമെന്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. കോമഡിയാണ് ഫുള്ളും. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് പോയാൽ എൻജോയ് ചെയ്യാൻ പറ്റും, അത് ഗ്യാരണ്ടിയാണ്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ കൊള്ളാം. പിന്നെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഡബിംഗ് ഒന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ആവറേജ് വേണം, അത്രേ ഉള്ളൂ. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവൽ പഞ്ചൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മറ്റേ സാരി എടുത്ത സീനൊക്കെ വന്നു. അവിടെ തൊട്ട് അങ്ങോട്ട് പടം ഫുള്ള് ഡൗൺ. സീരിയൽ ലെവൽ എടുത്ത് വെച്ചേക്കുന്നത്. മാസ് കാണിക്കാൻ നോക്കിയിട്ട് മാസൊക്കെ പക്ക കോമഡി. പിന്നെ ഫഹദ് ഫാസിൽ കൊള്ളായിരുന്നു. പക്ഷേ വില്ലനസ് ഒന്നുമില്ല, ചുമ്മാ കോമഡി കണക്ക് വന്ന് കുറച്ച് കോമഡിയൊക്കെ കാണിച്ച് അങ്ങ് പോയി. അല്ലു അർജുൻ ഓക്കെ മനുഷ്യ തന്നെ ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ഇപ്പം ഫുൾ സീരിയൽ ആയി പോയി. സീരിയൽ ലെവൽ.